മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെ കണ്ട് ദുർഗ നല്ല രീതിയിൽ തന്നെ ഭയക്കുന്നുണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി ദുർഗയെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളെല്ലാം അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നീടാണെങ്കിൽ മാർക്കോയും അനന്തവും മഹാലക്ഷ്മിയും കൂടെ കണ്ണൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ചെറിയ ഭയമുണ്ട് കണ്ണേട്ട എന്ന്. കണ്ണൻ പറയുന്നുണ്ട്, എന്തിനാ ഭയക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അമ്മയെക്കാളും കൂടുതൽ ഞാൻ അവരെയാണ് അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അവരാണ് കേക്ക് മുറിച്ച് തൻ്റെ മരണം ആഘോഷിച്ചത്. അവരാഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ ഇന്ന് താൻ എൻ്റെ അരികിലുണ്ടാവില്ലായിരുന്നു. പിന്നെ സ്വത്തിനു വേണ്ടി കടിപിടി കൂടും എല്ലാവരും. അത് കിട്ടാതെ വരുമ്പോൾ തൻ്റെ അരിയിലേക്ക് എന്നെ അവർ പറഞ്ഞയക്കാൻ ശ്രമിക്കുമെന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരോട് ഒരു സിമ്പതിയുടെയും ആവശ്യമില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട്, ഞാനും മാർക്കോയും കൂടെ മഹാലക്ഷ്മിയോട് ഇത് പറഞ്ഞത് തന്നെയാണ് ഈ സംഭവം. മാർക്കോ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ചെന്നായ്ക്കളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇവരെയൊക്കെ തല്ലിക്കൊല്ലുന്നതിന് പകരമായിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത്. ഇനി കണ്ണൻ സാറിൻ്റെ ഒപ്പം മഹാലക്ഷ്മിയും കൂടെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്കുണ്ടാവുന്ന ഷോക്കിൽ നിന്നൊന്നും അവർ പെട്ടെന്നൊന്നും മുക്തരാവില്ല എന്ന് മാർക്കോ പറയുന്നുണ്ട്. അവിടെ വീണ്ടും നിങ്ങളെ തകർക്കാനായിട്ടും അവർ നോക്കുന്നതെന്ന്. ആ സമയത്താണ് ഞാൻ ആരാണെന്ന് അവർ ശരിക്കും അറിയാൻ പോകുന്നതെന്ന് മാർക്കോ പറയാണ്ട് കണ്ണനോട്. അനന്ത് പറയുന്നുണ്ട്, കണ്ണ, നിന്റെ രണ്ടാനമ്മയും മഹാലക്ഷ്മിയെ കണ്ട് നല്ല രീതിയിൽ തന്നെ ഭയന്നു കഴിഞ്ഞു. സത്യം പറയാലോ, ആ പ്രതാപനെയും അമ്മയെയും കേക്ക് മുറിച്ച് പോകുന്ന ആ വഴിയിൽ തന്നെ ഭയപ്പെടുത്താൻ ഞാൻ മാർക്കോനോട് പറഞ്ഞു. പക്ഷെ മാർക്കോ പറഞ്ഞു, എല്ലാവരെയും കൂടി ഒരുമിച്ച് ഭയപ്പെടുത്തണ്ട എന്ന് പറയുകയായിരുന്നു. മാർക്കോ പറയുന്നുണ്ട്, അവരെ വീട്ടിൽ പോയി ഭയപ്പെടുത്തുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയാണ്. കണ്ണൻ പറയുന്നുണ്ട്, തൊട്ടാവാടിയായ എൻ്റെ ഭാര്യ നന്നായിട്ട് തന്നെ അഭിനയിച്ച് തകർക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയും എല്ലാവരും വളരെ സന്തോഷിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ. ഇന്ന് നിൻ്റെ ഭാര്യ തൊട്ടാവാടിയൊന്നും അല്ല എന്ന് അനന്ത് പറയുന്നു. കാര്യം എല്ലാം കണ്ടും കേട്ടും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടും മഹാലക്ഷ്മി ഇപ്പോൾ നല്ല ധൈര്യം സംഭരിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അനന്തു. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ധൈര്യം പകർന്നു കൊടുക്കാറുണ്ട് സാറേ എന്ന് പറയുകയാണ്. പിന്നീട് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, ഇന്നലെ അവൾ ഇവിടെ വന്നിരുന്നു പ്രതാപ, എനിക്ക് ഒരു ആത്മാവ് വന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്കൊരു മന്ത്രവാദിയെ പോയി കാണണം എത്രയും പെട്ടെന്ന്. പിന്നീട് കരുണയാണെങ്കിൽ പ്രതാപനെ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയുന്നു. പ്രതാപൻ പറയുന്നുണ്ട്, ഇതെന്താ നിങ്ങൾക്കെല്ലാം, നിങ്ങളെല്ലാം ഇങ്ങനെ അവളെ മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്ന് തോന്നിയതായിരിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും മോള് ഭയക്കൊന്നും വേണ്ട, ഇതിനുള്ള പരിഹാരം അച്ഛൻ കണ്ടോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദുർഗ മഹാലക്ഷ്മിയെ കണ്ട വിവരം മേഘനാഥൻ്റെ വീട്ടിലെല്ലാവരും അറിയുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇനി രാത്രി കാലങ്ങളിൽ ആരും ഇനി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കണ്ട എന്ന് പറയുമ്പോൾ സീമന്തിന് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ പ്രേതം ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കേണ്ടത് ആ പ്രതാപനെയും അതുപോലെ അവരെ അമ്മയൊക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മഞ്ജുവിനാണ് ഉള്ളിൽ ചിരി അടക്കാനാവാതെ നിൽക്കുകയാണ്. എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ ഭയക്കട്ടെ. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും ഒരു മന്ത്രവാദിയുടെ അടുത്ത് എത്തുന്നുണ്ട്. മന്ത്രവാദി പറയുന്നുണ്ട്, കാണുന്നുണ്ട് ആളത്ര ചില്ലറക്കാരിയൊന്നും അല്ല എന്ന് പറയുന്നു. മുത്തശ്ശി ഇതിന് പരിഹാരം ചോദിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇതിനാകെ ഒരു പരിഹാരമുള്ള ആളെ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അവരെല്ലാം തൃപ്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ അമ്മയെയും അവളുടെ കണ്ണനെയുമാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തായാലും നമുക്ക് കണ്ണനെ ഒന്ന് പോയി കാണാം എന്ന് പറയുന്നു. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും കണ്ണനെ കാണാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും പ്രതാപനെയും മുത്തശ്ശിയും കണ്ണൻ നല്ല രീതിയിൽ തന്നെ ആട്ടിപ്പായിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്കും മഹാലക്ഷ്മിയുടെ പ്രേതം എത്തുന്നുണ്ട്. അതോട് മുത്തശ്ശി നല്ല രീതിയിൽ തന്നെ ഭയക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ കണ്ടിട്ട്. അങ്ങനെ വരാനിരിക്കുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.